തിരികെ വാർത്തയിലേക്ക്. കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ SC കോളനികൾക്കും പുതിയ നാമകരണം നൽകുമെന്ന് MLA. എല്ലാ SC കോളനികൾക്കും പുതിയ നാമകരണം നൽകുമെന്ന് MLA. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പിന്റെ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും SC കോളനികൾക്ക് പുതിയ നാമകരണം നൽകാൻ തീരുമാനമായി. എല്ലാ കോളനികളിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് കോളനി നിവാസികളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും ഓരോ കോളനിയുടെയും പേരുമാറ്റൽ നടക്കുക എന്ന് ET ടൈസൺ മാസ്റ്റർ MLA അറിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ മിക്കവാറും പട്ടികജാതി കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഏതാണ് വേണ്ടത് ആ പേര് കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഇടണം. ഇവിടെ ഇന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു കോളനി ബാക്കിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബന്ധപ്പെട്ടവരും നല്ല ആഘോഷപൂർവ്വം ഇത് മാറ്റാവുന്ന ഒരു ഡിസ്കഷൻ നടത്തി മാറ്റാവുന്ന രീതി ചെയ്യണം. ഏതിനൊക്കെയാണ് കോളനിയിൽ ഇപ്പോൾ ബ്ലോക്കിന്റെ രേഖകളിലുള്ളത് സംബന്ധിച്ച് നമ്മുടെ പട്ടികജാതി വികസന ഓഫീസർ സംസാരിക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ ചിലത് നമ്മള് ആരും അറിയാതെ തന്നെ കോളനിയിൽ പേരിട്ടവരുണ്ട് കേട്ടോ, അല്ലേ? പേര് രേഖകളൊന്നുമില്ല, എന്നാലും കോളനിയിൽ കിടക്കട്ടെ. മണ്ഡലത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ SC കോളനി നവീകരണങ്ങൾ 90% പൂർത്തീകരിച്ചതായും MLA അറിയിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, സീനത്ത് ബഷീർ, ശോഭന രവി, ചന്ദ്രബാബു, മതിലകം ജോയിന്റ് BDO സനൽകുമാർ, AC ഓഫീസർ വിഷ്ണു തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു.